യുവതലമുറയുടെ ലഹരി ഉപയോഗവും സംഘർഷവും എല്ലാം വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള പോരാട്ടം നയിക്കേണ്ടത് വിദ്യാർത്ഥികൾ തന്നെയാണ്. അതുകൊണ്ട് അവർക്കും ഇന്നത്തെ കാലത്തെക്കുറിച്ച് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പലതും പറയാനുണ്ട്. അതിന് വേദിയൊരുക്കുകയാണ് മാതൃഭൂമി. മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നടന്ന ചർച്ചയിലേക്ക്. നമസ്കാരം. വർത്തമാന കേരളത്തിലെ പുതിയതായി വരുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ടിട്ടുള്ള ക്രൂരകൃത്യങ്ങളും ലഹരി മരുന്നിന്റെ ഉപയോഗവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദിനം പ്രതി വാർത്തകളിലും പത്രങ്ങളിലും നിറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യുവാക്കൾ തന്നെയാണ് കൂടുതൽ കേസുകളിലും കൂടുതൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോഴും വാർത്തകളിലൂടെയൊക്കെ പുറത്തു വരുന്നത് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളിലും ലഹരി ഉപയോഗങ്ങളിലും മുന്നിൽ നിൽക്കുന്നത് യുവാക്കളാണ്. അപ്പോൾ ഇതിൽ പ്രതിരോധം തീർക്കാൻ സാധിക്കുന്നത് യുവാക്കൾക്ക് മാത്രമാണോ, അതോ മുതിർന്നവർക്കും അധികാരികൾക്കും ഇതിൽ പങ്കുണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനാണ് ഈ ഒരു സംരംഭം, ഈ ഒരു പരിപാടി. മാതൃഭൂമി ദിനപത്രവും മാതൃഭൂമി ന്യൂസ് ചാനലും സംയുക്തമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയുമായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഗവൺമെന്റ് കോളേജ് മലപ്പുറം ജില്ലയിലെ ഗവൺമെന്റ് കോളേജ് മലപ്പുറം. അതിനായി മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടർ അരുൺ അമർനാഥ് അദ്ദേഹം എന്നോടൊപ്പമുണ്ട്. നമ്മൾ ഒന്നും പറയാനോ സംസാരിക്കാനോ അല്ല, സാധാരണ നമ്മൾ സംസാരിക്കാനാണ് പറയുന്നത്. നമ്മൾ ഇവിടെ കേൾക്കാനാണുള്ളത്, നിങ്ങളെ കേൾക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾ പറയാനുള്ളത് കേൾക്കാൻ. ഇപ്പോൾ സാധാരണ ഞാൻ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ് ഇവിടെ സംസാരിക്കാൻ പോകുന്നവർ മറ്റേ ഇവരൊക്കെ കേൾവിക്കാരായി ഇവിടെ എത്തിയവരാണ്. 18 വയസ്സ് വരെ വരുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അവരുടെ ചിന്ത വികസിച്ച് വരുന്നേ ഉള്ളൂ. ആ ചിന്ത വികസിച്ച് വരുന്നുള്ളൂ എന്ന ബോധം ഉണ്ടാവേണ്ടത് ഇവിടെയുള്ള സമൂഹത്തിനാണ്, നമ്മുടെ രക്ഷിതാക്കൾക്കാണ്, അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലെ ജീവനക്കാരായ പ്രത്യേകിച്ച് ടീച്ചിങ് സ്റ്റാഫായിട്ടുള്ള ആളുകൾക്കാണ്. അവരാണ് ഈ വിദ്യാർത്ഥികളെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. അങ്ങനെ വിദ്യാർത്ഥികളെ പൂർണ്ണമായും അവർ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ അവരെ നന്മയുടെ പാതയിലേക്ക് അല്ലെങ്കിൽ ലഹരി മുക്തമായ ഒരു ജീവിതത്തിലേക്ക് എത്തിക്കേണ്ടത് ഈ സമൂഹമാണ് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം, വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും മോൾഡ് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജാണ്. അവരുടെ മൈൻഡിലേക്ക് എന്താണ് വരുന്നത്, എപ്പോഴും ക്യൂരിയോസിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ. എന്തും അവരുടെ മുന്നിലേക്ക് ഒരു ലഹരി പാക്കറ്റ് കൊടുത്താൽ ഇത് യൂസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാനാണ് ഏറ്റവും കൂടുതൽ അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. സോ അവരുടെ ഇടയിലാണ് ഇത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. എൻ്റെ ഒരു ഫ്രണ്ട് ലഹരി ഉപയോഗിച്ചാൽ അതിന് കാരണക്കാരൻ ഞാനാവാം, അവൻ്റെ വീട്ടുകാരാവാം, അവൻ്റെ ഫ്രണ്ട് സർക്കിൾ ആവാം, അവന് ഒരുപാട് പേര് അതിന് കാരണക്കാരാണ്. കാരണം ഇന്ന് ലോകം എന്താ പറയുക തിരക്കുകൾക്ക് പിന്നിൽ ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എന്റെ അടുത്തുള്ള ആൾക്ക് എന്തെങ്കിലും സംഭവിക്കണ്ടോ, അവനക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ, അവന്റെ കാര്യങ്ങൾ കേൾക്കാൻ പോലും ഇന്ന് ആൾക്കാർ തയ്യാറൊന്നുമല്ല എന്നുള്ളതാണ്. സമയം പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ എങ്ങനെ നമ്മുടെ സമയം ചെലവഴിക്കുന്നത് കൂടെ ഈ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമാക്കുന്നുണ്ട്. Throughout നമ്മുടെ education system till this point I have never had a class അല്ലെങ്കിൽ I have never been to any particular class in which ഇങ്ങനെയാണ് നിങ്ങൾ സ്ട്രെസ് മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ പോകാൻ പാടില്ല അല്ലെങ്കിൽ എക്സെപ്റ്റ് ലൈക്ക് വെൻ ഇറ്റ് കംസ് ടു ഫാമിലി, നമ്മൾ ഫാമിലിയെടുത്ത് ദർ ഇസ് ദിസ് ക്യൂരിയോസിറ്റി അമംഗ്സ്റ്റ് യൂത്ത്. നമുക്കിത് ട്രൈ ചെയ്താലോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി വരും. ബട്ട് ദെൻ എവറി ടൈം വെൻ ഐ കം അക്രോസ് പീപ്പിൾ ഹു ഫോഴ്സ് മീ ഇൻ ടു ദിസ്, എനിക്ക് എപ്പോഴും വരുന്നതെന്ന് പറയുമ്പോൾ മൈ ഫാമിലി വുഡ് നെവർ ലൈക്ക് ഇറ്റ്. അതൊരു കാര്യമാണ്. ആൻഡ് ആ ഒരൊറ്റ ഇത് കാരണമാണ് ദാറ്റ്സ് സംതിങ് ദാറ്റ് പുൾസ് മീ ബാക്ക്. അതേപോലെ ബാക്കിയുള്ളവർക്ക് റീസൺസ് ഉണ്ടാകില്ല ബാക്കിലേക്ക് പുൾ ചെയ്യാൻ വേണ്ടി. ഇൻസ്റ്റെഡ് അവർക്ക് മൾട്ടിപ്പിൾ റീസൺസ് അവരെ ഫോഴ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമാകാൻ ഫോഴ്സ് ചെയ്യുന്ന ഒരുപാട് റീസൺസ് ഉണ്ടാകും. ടൈം മാനേജ്മെന്റിന്റെ ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് വാസ് പോസ്റ്റഡ് ടു മീ. ഐ വുഡ് സേ ദാറ്റ് ഒരുപാട് പേർക്കും എന്താ വേണ്ടത്, എന്താണ് വെൻ ഇറ്റ് കംസ് ടു യൂത്ത്, എന്താണ് വേണ്ടതെന്നോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ അറിയില്ല. അതിനെപ്പറ്റിയും ക്ലാസ്സസോ അതിനെപ്പറ്റിയോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതും നമുക്ക് വരുന്നില്ല. ദ സബ്ജക്ട്സ് ദാറ്റ്സ് ബീൻ പോസ്റ്റഡ് ടു അസ് അത് മാത്രം അഡ്രസ് ചെയ്ത് അല്ലെങ്കിൽ അത് മാത്രം പഠിച്ച് ജീവിക്കാനാണ്. അതാണ് നമ്മുടെ സിസ്റ്റവും, എഡ്യൂക്കേഷൻ സിസ്റ്റവും അങ്ങനെയാണ്. ഈ തന്നിരിക്കുന്നത് പഠിക്കുക, അതിലെത്രത്തോളം മാർക്ക്, അതിലിനിപ്പോൾ സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിലും വേണ്ടൂല, അതിലെത്ര മാർക്ക് കിട്ടുന്നു എന്നാണ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഈ ടൈം മാനേജ്മെന്റ് ഐ വുഡ് സേ പെർട്ടൈനിങ് ടു ഡ്രഗ് റിലേറ്റഡ് ഇഷ്യൂ ഐ വുഡ് സേ നമുക്ക് ക്ലാസ്സസ് കുറച്ചുകൂടെ മോറൽ ബേസിസിൽ അല്ലെങ്കിൽ ഇമോഷണൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ബേസിസിൽ റൂട്ട് ചെയ്യുകയാണെങ്കിൽ ആൻഡ് ടു ലൈക്ക് അങ്ങനെ ഡിവിഷൻ നമ്മുടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലാസ്സോ അതാക്കുകയാണെങ്കിൽ that would be great, I guess. ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. ഇന്നത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനായാലും ഇന്നത്തെ ഗവൺമെന്റിനായാലും ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ലഹരിയുടെ അടിത്തറ എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അത് നശിപ്പിക്കാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ തലമുറയെ നിങ്ങൾക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. It comes to environment, we'll talk about cinemas
പല കാര്യങ്ങളും സോഷ്യൽ മീഡിയാസ് ഇതൊക്കെ ഇതിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? മൂവീനെ മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും പറയാൻ പറ്റൂല ഇപ്പോഴത്തെ കുഞ്ഞു മക്കള് മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നത് ഈ ഒരു ഏജിലാണെന്നുള്ളത്. കാരണം അവർ എഴുതുന്നുണ്ട്, അവർ വായിക്കുന്നുണ്ട്, ഈവൻ അവർക്കൊരു നമ്മളൊരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ ദേ വിൽ പ്രൊഡ്യൂസ് മൂവി, ദേ വിൽ റൈറ്റ് സ്ക്രിപ്റ്റ്, അവരെന്തും ചെയ്യാൻ അവർ വില്ലിങ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഇമ്മച്യൂർഡ് ആണെന്നും പറയാൻ പറ്റൂല. ഇവരതേപോലെ തന്നെ കുട്ടികളല്ലേ, അവരെന്ത് തരത്തിൽ അവർക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല. തിയേറ്ററിൽ പല മൂവീസും കണ്ടാൽ ഇവർ കിടന്നുറങ്ങുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ പലരും ബ്ലെയിം ചെയ്ത് ഈ അടുത്തായി റിലീസ് ചെയ്ത പല മൂവീസാണ് മാർക്കോ, റൈഫിൾ ക്ലബ്, ഈ മൂവീസൊക്കെ. റൈഫിൾ ക്ലബിൻ്റെ ഡയറക്ടർ ഒരു എന്താ പറയുക, ഒരു ഓപ്പൺ ആയിട്ട് ഒരു ഇതും കൊണ്ടുവന്നത് ഒരു വീഡിയോ ഗെയിം മോഡലിലാണ് ഞങ്ങൾ ചിത്രീകരിച്ചത് എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള ബ്ലഡ് ഷെഡ് മൂവീസ്, ഇതൊക്കെയും കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് കാണുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ വിചാരിക്കുന്നത് കുട്ടികളിലേക്ക് എത്തുന്ന രീതി, ഇവർ ഈ സർട്ടിഫിക്കറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കുട്ടികളെ കാണിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. ബട്ട് സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും അത് പിടിച്ചു വെക്കാൻ പറ്റൂല. കാരണം മനസ്സാണ്, കുട്ടികളുടെ കുഞ്ഞുമക്കളുടെ മനസ്സ് നമുക്ക് ഒരിക്കലും പിടിച്ചു വെക്കാൻ പറ്റൂല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ കയ്യിലാണ് അതിൻ്റെ ഉപയോഗവും അത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യവും. നമ്മളത് നല്ലൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് ചെയ്യുന്ന ആഫ്റ്റർ എഫക്റ്റ് നല്ല തന്നെയാവും. തെറ്റായ വഴി തിരഞ്ഞെടുക്കാതെ നല്ല വഴി തിരഞ്ഞെടുക്കണം. ഏതാണ് നല്ല വഴി എന്നുള്ളത് മറ്റൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നമ്മോടൊപ്പം UP യിൽ നിന്നുള്ള ഒരു സുഹൃത്ത് കൂടെ ചേർന്നു. Drugs is obviously a very serious issue. The problem with it is very readily available even in rural places, but the therapy or the treatment to drugs is not available. I am referring to rehabilitation. There is lack of rehabilitation awareness among rural people because we know in UP most of the people are illiterate or they belong to rural areas. So whenever they are facing any kind of trouble, they get into drugs very easily because it is very readily available to them. It is a very cheap escape from their reality or from their real life issues. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ കുട്ടികൾ വളരെ പെട്ടെന്ന് മെച്യൂർഡ് ആയി പോകുന്നുണ്ട്. പക്ഷേ മെച്യൂരിറ്റി എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലും മാറിപ്പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇഫ് ദേ ആർ മെച്യൂർഡ് ദെൻ വൈ ദേ സെലക്ട് ദിസ്, ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അവർ മെച്യൂർഡ് ആണെങ്കിൽ അവർക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. ഒരു സ്ട്രെസ്സ് വരുമ്പോൾ അവർ ലഹരിയിലേക്ക് മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റ് ആത്മഹത്യയിലേക്കോ സൂയിസൈഡിലേക്കോ ഒക്കെ മാറുന്നതും, ഇഫ് ദാറ്റ് ഈസ് മെച്യൂരിറ്റി ദെൻ ദാറ്റ് വാസ് നോട്ട് വാട്ട് ഐ തിങ്ക് അബൌട്ട് മെച്യൂരിറ്റി. ലഹരി വസ്തുക്കളുടെ അവൈലബിലിറ്റി ഒന്നും അല്ല ഇവിടുത്തെ വിഷയം, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. കാരണം സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ വീട്ടിലെ അമ്മ ഏതെല്ലാം ആഹാരം പാചകം ചെയ്ത് വെക്കും, നിങ്ങളെല്ലാം കഴിക്കുമോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ കഴിക്കൂ, അല്ലേ? ആ ഇഷ്ടത്തെ ഏതാണ് ഡിഫൈൻ ചെയ്യുക? അപ്പോൾ സ്ട്രെസ് എന്നല്ല അവിടെ പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ആ സ്ട്രെസ്സിലേക്ക് ഇനി ഈ സ്ട്രെസ്സ് തീർക്കാൻ ഞങ്ങൾ ഈ 19-56 വയസ്സുള്ള ഞങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ അടുത്ത് പറയും തന്ത വൈബ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ലൈഫിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിനെ നിങ്ങൾ മാനിക്കാൻ തയ്യാറാവണം. ലൈഫ് എക്സ്പീരിയൻസ്, ഹൗ ടു മിറ്റിഗേറ്റ് വിത്ത് എ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻ ജീവിതത്തിലുണ്ടായിരുന്ന മാതാപിതാക്കൾ എങ്ങനെയാണ് ആ സിറ്റുവേഷനെ പരിഹരിക്കുന്നത്. സോ യു ഹാവ് ടു വാല്യൂ ദാറ്റ്. ഈ ആധുനിക കാലഘട്ടത്തിൽ നിങ്ങൾ ഫ്രീഡം യു വോണ്ട് ടു ബി ഫ്രീ എന്ന് പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഫ്രീ ആണോ അതോ നിങ്ങളെ മറ്റുള്ളവർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് കൊണ്ടുപോയിട്ട് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നിങ്ങളെ ഫ്രീ ആക്കിയിട്ടുള്ളതാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ബിക്കോസ് നിങ്ങളെല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി എന്ന് തന്നെ. കാരണം ഇത് ഞാനൊരു പിതാവ് കൂടിയാണ്. റീഹാബിലിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു കുട്ടിക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താലും തിരിച്ച് ആ കുട്ടി സ്കൂളിലേക്ക് വരുമ്പോൾ ആ സ്കൂളിൽ ആ കുട്ടിയെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ പറഞ്ഞ പോലെ അവരൊരു വിക്ടിമാണ് എന്നുള്ള നിലയ്ക്ക് തന്നെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ആണ് എന്നുള്ള നിലയ്ക്ക് കണ്ട് അവരെ കൂടെ നിർത്തുകയാണ്. ഒരു രോഗിക്ക് കിട്ടേണ്ട എല്ലാ പരിഗണനയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾ, അയാൾ ഒരു പേഷ്യൻ്റാണ്. പക്ഷെ അത്തരത്തിലല്ല നമ്മളുടെ സമൂഹം നോക്കി കാണുന്നത്. അവരെന്തോ ഒരു കുറ്റം ചെയ്ത ഒരു വ്യക്തി, അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ മനോഭാവം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ നല്ലൊരു സെഷൻ ആയിരുന്നു, ഭയങ്കര പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ കീപ്പ് ചെയ്യാൻ പറ്റി. വിശുദ്ധ റംസാൻ മാസം കൂടിയാണ്, നമ്മളൊക്കെ മനസ്സ് ശുദ്ധീകരിക്കേണ്ട സമയത്ത് കൂടി ഒരു ഹെൽത്തി ടൈം നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ഗസ്റ്റിന് പ്രത്യേക നന്ദി. അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തു, നിങ്ങളുടെയൊക്കെ കൂടെ ക്വാളിറ്റി ടൈം നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ AGM വിജയൻ സാറിനെ ക്ഷണിക്കും. എന്നെ വളരെയധികം സ്പർശിച്ച 1.5 മാസം മുന്നേ ഒരു പുതിയ വേർഡ് കോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അറ്റ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഇറ്റ്സ് കോൾഡ് ബ്രെയിൻ റോട്ട്.
അതായത് അൺലെസ് ഫോർ എക്സ്ട്രീം റിസർച്ച് പർപ്പസസ് ഓർ യു വാണ്ട് ടു ഡിഗ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ ബേസ്ഡ് നോളജ് അല്ലാതെ നിങ്ങൾ ഓരോ സെക്കൻഡും മൊബൈൽ ട്രിവിയൽ യൂസേജിന് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സർഗാത്മകതയെയാണ് കൊല്ലുന്നത്. ഇറ്റ് കിൽസ് യുവർ ക്രിയേറ്റിവിറ്റി. സ്പെൻഡ് ദോസ് ടൈം റീഡിങ് ബുക്സ് ബിക്കോസ് അത് നെഗറ്റീവ് എനർജി വെൻറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അൺലെസ് യു ഗെറ്റ് ഇൻ ടു സീരിയസ് റിസർച്ച്. നമ്മുടെ സമയം അത് വിലപ്പെട്ടതാണ്. അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും മൂല്യങ്ങൾ മനസ്സിലാക്കിയും തിരിച്ചറിഞ്ഞും ഈ ദിനങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ പരമാവധി ശ്രദ്ധ പുലർത്തും.